എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 11ാം ആഴ്ചയിലെ എവിക്ഷൻ വോട്ടിംഗ് അതിന്റെ ഭീകരതയിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി 10:45 വരെയുള്ള ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ വോട്ടിംഗ് ചാർട്ടിൽ ഒരു വമ്പൻ അഴിച്ചുപണി നടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഇന്നത്തെ വോട്ടിംഗ് ട്രെൻഡ് ഒരു കസേരകളി പോലെയാണ് മുന്നോട്ടു പോകുന്നത്. നേരത്തെ വരെ നഷ്ടപ്പെട്ട 1ാം സ്ഥാനം ആര്യൻ 11,625 വോട്ടുകൾ നേടി രാത്രിയോടെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്കിലും തൊട്ടു പിന്നാലെ ഷാനവാസ് 11,391 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്ത് തുടരുന്നു. ഇരുവർക്കുമിടയിൽ വെറും 234 വോട്ടുകളുടെ നേരിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ മത്സരം അവസാന നിമിഷം വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പാണ്. താഴെ 100ക്ക് വൻ തിരിച്ചടിയാണ്. ഇന്നത്തെ വോട്ടിംഗ് ട്രെൻഡിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത് മധ്യനിരയിലാണ്. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന അക്ബർ 9,242 വോട്ടുകൾ നേടി രാത്രിയോടെ വമ്പൻ മുന്നേറ്റം നടത്തി 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. 9,000 വോട്ടുകൾ കടന്ന അക്ബർ ഇപ്പോൾ സുരക്ഷിത മേഖലയിൽ ബലമുറപ്പിച്ചിരിക്കുന്നു. ഇതോടെ വോട്ടിംഗിൽ സ്ഥിരത പുലർത്തിയിരുന്ന നൂറ 8,537 വോട്ടുകളോടെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അക്ബറുമായി നൂറയ്ക്ക് ഏകദേശം 705 വോട്ടുകളുടെ കുറവുണ്ട്. ഇന്നത്തെ വോട്ടിംഗ് അവസാനിക്കാനാവുമ്പോൾ എലിമിനേഷൻ ഭീഷണി പൂർണ്ണമായും താഴെയുള്ള 2 സ്ഥാനങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിൽ 6,884 വോട്ടുകളുള്ള ലക്ഷ്മി നിലവിൽ 5ാം സ്ഥാനത്താണ്. 4ാം സ്ഥാനത്തുള്ള നൂറയുമായി ലക്ഷ്മിക്ക് 1,653 വോട്ടുകളുടെ വലിയ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വോട്ട് ക്യാപ് നികത്താൻ ഇനിയുള്ള മണിക്കൂറുകൾ ലക്ഷ്മിക്ക് നിർണായകമാണ്. താഴെ നിവിൻ 5,308 വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. വോട്ടിംഗ് ലൈനുകൾ ക്ലോസ് ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും കുറഞ്ഞ വോട്ടുകളുമായി നിവിൻ 6ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. 5ാം സ്ഥാനത്തുള്ള ലക്ഷ്മിയുമായി പോലും നിവിന് 1,576 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഈ നിലയിൽ പോയാൽ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ എലിമിനേഷൻ ഭീഷണി നിവിനാണ്. വോട്ടിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ രക്ഷിക്കാൻ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വോട്ടിംഗ് ട്രെൻഡിൽ ഇനിയൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? അതുപോലെ ലക്ഷ്മിയോ അതോ നിവിനോ ആരായിരിക്കും ഈ ആഴ്ച വീട്ടിൽ നിന്ന് പുറത്തു പോകുക? നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.